വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യവും ആദരവും നിറഞ്ഞ തങ്ങൾ ഉസ്താദ് അവர்கள், മറ്റു ഉസ്താദുമാർ, സൗഹാർദ്ദ സ്നേഹത്തിന്റെ അടിവരയിൽ ജീവിക്കുന്ന മാന്യ നാട്ടുകാരെ, കൂട്ടുകാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സുന്ദരമായ നിമിഷത്തിൽ പറഞ്ഞു തരേണ്ടവർ പറഞ്ഞു തന്ന കാരണത്താൽ ഞങ്ങൾ നേരെ വിഷയത്തിലേക്ക്. അതെ, ബഗ്ദാദിലെ പെരുങ്കള്ളൻ എന്ന ചരിത്ര മഹാസത്യത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നാഥനായ അല്ലാഹു തുണക്കട്ടെ. ആമീൻ. അതെ, ഇങ്ങനെ തുടങ്ങാം. മഹിൽ മഹാസീനത്ത് മഹിമയഴും നാട്ടിന്ന് മലയതുപോൽ ഹൗഫുള്ളൊരു മനുജനുമുണ്ട്. അവനുടെ ഇസ്മുണയാൽ കേൾക്കേണ് ഇബ്നു സബാത്ത്. മഹാസീനത്ത് മഹിമയഴും നാട്ടിന്ന് മലയതുപോൽ ഹൗഫുള്ളൊരു മനുജനുമുണ്ട്. അവനുടെ ഇസ്മുണയാൽ കേൾക്കേണ് ഇബ്നു സബാത്ത്. ഇബ്നു സബാത്ത് ഇടിമുഴയായി തീരുന്നു. ഇവനുടെ പേർ കേട്ടാലോ പലതു നെടുന്നു. ഇന്ന് ഇവനുടെ ശല്യത്താൽ ജന കോടികൾ തേങ്ങും. അതെ, ഒരു കാലഘട്ടത്തിൽ ഒരുപാട് അംബിയാ മുർസലീങ്ങൾക്കും ഔലിയാക്കൾക്കും ജന്മം കൊടുത്ത നാടാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇറാഖ്. ആ ഇറാഖിലെ, വിശേഷ ബഗ്ദാദിലെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിന്റെ ശേഷം ഇറാഖികൾ പൊതുവെ ഒരു മനുഷ്യനെ വല്ലാണ്ട് പേടിക്കുമായിരുന്നു. ആ മനുഷ്യൻ ആ നാട്ടിലേക്ക് ഇറങ്ങി എന്ന് കേട്ട ആ നാട് വെറും. അത്രത്തോളം പേടിയാണ്. സൂര്യൻ അസ്തമിച്ചാൽ കടകങ്ങളെല്ലാം നേരത്തെ അടുക്കി വെക്കുകയും വീട്ടിൽ സുരക്ഷിതമായൊരു മുറിയിൽ ഭദ്രമായി കിടന്നുകൊണ്ടിരുന്ന ഒരു കാലം. അവർക്ക് ഭയം ഒരു മനുഷ്യനെയാണ്. അയാളുടെ പേര് ഇബ്നു സബാത്ത് എന്നാണ്. എന്തിനാണ് ജനങ്ങൾ ഇബ്നു സബാത്തിനെ ഇങ്ങനെ പേടിക്കാൻ കാരണം? കൊള്ള നടന്നു കള്ളത്തരങ്ങളിന്ന് നാട്ടിൽ നടത്തിടുന്നിവൻ. പിള്ളാരെ കത്തി കാട്ടി തള്ളാരെ കുത്തി വീഴ്ത്തി കൊള്ള നടത്തിടുന്നിവൻ. പട്ടാപ്പകല് പോലും പെട്ടി തുറന്നിടുന്ന മട്ടിൽ നടന്നിടുന്നിവൻ. പട്ടാപ്പകല് പോലും പെട്ടി തുറന്നിടുന്ന മട്ടിൽ നടന്നിടുന്നിവൻ. പൊട്ടത്തരങ്ങൾ കാട്ടി പട്ടാളക്കാരെ പോലും പറ്റിച്ചിടുന്നു പകയൻ. പറ്റിച്ചിടുന്നു പകയൻ. അതെ, ഇബ്നു സബാത്ത് ആളൊരു കള്ളനാണ്, ഒരു വല്ലാത്തൊരു കള്ളൻ. കക്കാൻ തീരുമാനിച്ച കക്കുക തന്നെ ചെയ്യും, തിരിച്ചുപോവില്ല. അങ്ങനെ ഇബ്നു സബാത്തിനെ ഏവർക്കും പേടിയും കൂടിയാണ്. പക്ഷേ ആ നാട്ടില് ഇതുവരെ ആരും അയാളെ കണ്ടിട്ടില്ല. ഇബ്നു സബാത്ത് ആളെങ്ങനെ ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഇബ്നു സബാത്ത് കള്ളനാണ്, കട്ടിട്ടുണ്ട്. ആ നാട്ടില് ചിലപ്പോൾ സുരക്ഷിതമായി കിടക്കുന്നവരെ വീടിൽ കയറി കയ്യിലും കാതിലും ഉണ്ടാക്കുന്നത് കാണാതാക്കും. അത്ര വലിയൊരു കള്ളനാണ്. ഒരു കാലഘട്ടത്തിന്റെ കൂരിരുട്ടിന്റെ കൂട്ടാളിയായ ജനങ്ങളുടെ ഭാഷയിൽ ആ വൃത്തികെട്ടവൻ. അവനെ ആ നാട്ടിൽ പണക്കാർക്ക് മാത്രമേ പേടി. ആ നാട്ടിൽ പാവങ്ങളിലെ അവർ ഇബ്നു സബാത്തിനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇബ്നു സബാത്തിന് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് ഇട്ടു കൊടുക്കണമേ. മാണിക്യത്താരകൻ മണ്ണിൽ പിറന്നതോ പാവങ്ങൾക്കായത് അല്ലാഹു തന്നതോ. മാണിക്യത്താരകൻ മണ്ണിൽ പിറന്നതോ പാവങ്ങൾക്കായത് അല്ലാഹു തന്നതോ. പാലും പഴായും തിന്നും പീശുക്കള് പാരിലെ പാറയായി വന്നതോ. അതെ, ഇബ്നു സബാത്തിന് ആ നാട്ടിൽ ഇരു കൂട്ടരുണ്ട്. പണക്കാരെതിരും പാവങ്ങൾ അനുകൂലവും. ഇബ്നു സബാത്തിന് വേണ്ടി പണക്കാർ ദ്വാരക്കും ഈ ഷറൊന്നും മരിച്ചു കിട്ടാൻ മതിയേനെ റബ്ബേൻ. പക്ഷെ പാവങ്ങൾ ദ്വാരക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് ഇട്ട് കൊടുക്കണം അല്ലാ. കാരണം തരാം,
പണക്കാരുടെ മുതലുകൾ അതിവിദഗ്ധമായി കട്ടെടുത്ത് പാവങ്ങൾക്ക് സ്വതക്ക ചെയ്യുന്ന ഒരു സന്മനസ്സുണ്ടായിരുന്നു ഇബ്നു സബാത്തിന്. കുടിലുകൾക്ക് മുന്നിലീത്ത പനയിറക്കി വെച്ചതും കുടിലരായ ധനികളെ പറ്റിച്ചു പണം കട്ടതും. കുടിലുകൾക്ക് മുന്നിലീത്ത പനമിറക്കി വെച്ചതും കുടിലരായ ധനികളെ പറ്റിച്ചു പണം കട്ടതും. സ്വന്തത്തിനായി കൂട്ടുന്ന പോലെ പാവങ്ങൾ കേകി വരുന്നതും. മാണിക്യത്താരകൻ മണ്ണിൽ പിറന്നതോ പാവങ്ങൾക്കാകിത് അല്ലാഹു തന്നതോ. അതെ, ഇബ്നു സബാത്ത് ഒരു വല്ലാത്തൊരു കള്ളൻ. അവനാർക്കും അറിയില്ല. പക്ഷെ അവന്റെ ഒരു പണിയുണ്ട്. ഒരു വീട്ടിൽ കക്കാണെങ്കിൽ ആ കട്ട വീട്ടിൽ എഴുതി വെക്കും, കട്ടെടുത്തത് ഇബ്നു സബാത്ത്. എന്നിട്ട് പാവങ്ങൾക്ക് കൊണ്ടുകൊടുക്കുമല്ലോ, ആ കൊണ്ടുകൊടുത്ത വീട്ടിൽ എഴുതി വെക്കും, കൊണ്ട് തന്നത് ഇബ്നു സബാത്ത്. ഇതാണ് ഇബ്നു സബാത്ത്. അപ്പൊ നഷ്ടപ്പെട്ട ആൾക്കാരാ കട്ട് കൊണ്ടുപോയത് ഇബ്നു സബാത്ത്, കിട്ടിയ ആൾക്കാരാ കൊണ്ട് തന്നത് ഇബ്നു സബാത്ത്. അങ്ങനെ ഇവനെ കൊണ്ട് ഇറാഖ് ഭരണകൂടം ആകെ തകർന്നിരിക്കുക. ബഗ്ദാദ് ഗവർണർ അടിയന്തര മീറ്റിംഗ് വിളിക്കുന്നു. സൗര്യവിഹാരം നടത്തുന്ന ഇബ്നു സബാത്തിനെ പിടിച്ചേ പറ്റൂ, ഒരു രക്ഷയില്ല. കേട്ടപ്പോൾ സത്യത്തിൽ എല്ലാവരും ഞെട്ടി. എങ്ങനെ പിടിക്കാനാ? കണ്ണിൽ കാണാൻ പറ്റാത്ത ഇബ്നു സബാത്തിനെ എങ്ങനെ പിടിച്ചു കെട്ടാൻ? അങ്ങനെ പോലീസും പട്ടാളവും 4 ഭാഗത്തിലേക്ക് ഞെട്ടോട്ടം ഓടാൻ തുടങ്ങി. അങ്ങനെ ഇബ്നു സബാത്ത് എന്ന് പറയാലത് എങ്ങനെ പിടിക്കാനാ? അങ്ങനെ ഒരു ദിവസം ഒരു പോലീസുകാരന് അന്വേഷിച്ച് പിടിക്കാൻ കഴിഞ്ഞില്ല ഇബ്നു സബാത്തിനെ. തളർന്ന് പോലീസുകാരന് നേരെ ഒരു കടയുടെ പൂട്ടിയിട്ട കടയുടെ കോലായ്മയിലുള്ള ഒരു ബെഞ്ച് ഉണ്ടാവില്ലേ, ആ ബെഞ്ചിന്റെ മേലെ കയറിയിരിക്കുകയാണ്. അപ്പോഴാണ് അപ്പുറത്ത് നോക്കുമ്പോൾ ഒരു ബെഞ്ചിന്റെ അടിയിൽ ഒരു 14-15 വയസ്സുള്ള ഒരു കുട്ടി എടുക്കുന്ന കടത്തിന്നേലൊരു ബാലൻ കിടക്കുന്നുണ്ടേ. കഥ അറിയാനായി അവർ വിളിക്കുന്നുണ്ടേ. കലങ്ങിയ നയനങ്ങൾ തിരുങ്ങിക്കൊണ്ട് കയാൽ കാരുൾ കൊരു ഭാവം അവനിലായി. അതെ, അങ്ങനെ ഈ പോലീസുകാരന് ആരെന്താ അറിയാൻ വേണ്ടിട്ട് തട്ടി എഴുന്നേച്ച് വിളിച്ച്, ഡാ നീ എന്താടാ ഇവിടെ കെടുക്കുന്നത്? ഇവൻ മിണ്ടുന്നില്ല. ഡാ എന്താ നീ ഇവിടെ കെടുക്കുന്നത്? ഇവൻ മിണ്ടുന്നില്ല. ഇവര് ചെവി പിടിച്ച് കറക്കി അങ്ങ് ചോദിച്ചു, എന്താടാ നീ ഇവിടെ കെടുക്കുന്നത്? സാർ ഉറക്കം തെറ്റി സാറേ. ഉറക്കം തെറ്റി കെടുക്ക. എന്താ നിന്റെ പേര്? ഇവൻ പിന്നെ മിണ്ടുന്നില്ല. ഡാ എന്താ നിന്റെ പേര്? ഇവൻ മിണ്ടുന്നില്ല. ഡാ പേര് പറയടാ. പേരില്ല സാർ. ഡാ നീ പേര് പറയടാ. മനുഷ്യന് പിരാന്താക്കല്ല, പേര് പറ. പേരില്ല സാർ. പേരില്ലാണ്ട് പേര് പറയാൻ പറ്റുമോ? എടാ നിന്റെ വീട്? വീടില്ല. എവിടാ നിന്റെ നാട്? നാടില്ല. നീ ആളൊരു സംഭവമാണല്ലോ. ഇവനെ പിടിച്ചോണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് അതിന്റെ DSP സാർ പോലീസ് നേതാവിനെ വിളിച്ചു. സാർ ഇവൻ അവിടെ കടയുടെ കോലായ്മയിൽ ബെഞ്ചിന്റെ അടിയിൽ കെടുക്കുന്ന. ഇവനെ വിളിച്ച് ചോദിച്ച് നിന്റെ നാട് പേരെന്താ ചോദിച്ചു. പേര് വെക്കുമ്പോൾ പേരില്ല, നാട് വയ്ക്കുമ്പോൾ നാടില്ല, വീട്ടിലൊന്നും ഇല്ല. അങ്ങനെ പോലീസ് നേതാവ് വിളിച്ചു, ഡാ ഇടോടാ എന്താ എന്റെ പേര്? സാർ ഞാൻ അയാളോട് പറഞ്ഞിരുന്നു. കുട്ടി നിന്നോട് പറഞ്ഞില്ലല്ലോ പറയണേ. സാർ അവൻ പേരില്ല എന്നാ പറഞ്ഞേ. ആണോ? നീ ആളൊരു സംഭവം. മോൻ തിരക്കേടില്ല, മോൻ ഇങ്ങോട്ടാ. കുട്ടികളോടാകുമ്പോ ഇത്തിരി സ്നേഹത്തിൽ ചോദിക്കാം. അങ്ങനെ മോനെ വിളിച്ചു, മോനെ വിടാ. മോനെ എന്താ നിന്റെ പേര്? പേരില്ല സാർ. ഡാ നീ മനുഷ്യരെ പിരാന്തകല്ലേ, പേര് പറയടാ. പേരില്ല സാർ. പേരില്ലാണ്ട് പേര് പറയാൻ പറ്റും? അങ്ങനെ കൊണ്ടുവന്ന് പോലീസിൽ ഒന്ന് കൊടുത്താലും വിചാരിച്ച് ഇവന്റെ ബാക്കോട്ട് പോയി നിൽക്കുമ്പോഴാ ഇവൻ ചോദിക്കുന്ന, അല്ല നിങ്ങൾക്ക് ആരാ വേണ്ടിയേ? ഏയ് അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മോൻ താൻ തന്റെ പേര് പറ, അല്ലെങ്കിൽ ആരാ വേണ്ട അത് പറ. അത് നമ്മളെ ഈ നാട്ടിൽ വലിയ കള്ളനില്ലേ, ഇബ്നു സബാത്ത്, അവൻ തന്നെയാണ്. അതാരാ? ഇബ്നു സബാത്തിനെ നിനക്ക് അറിയില്ല? ഇറാഖിൽ ഇബ്നു സബാത്തിനെ അറിയാത്ത ആരാ ഉള്ളേ? ഞാൻ ഉണ്ട്. ഒന്നും നിന്നെ അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. ഒന്നെങ്കിൽ നീ പേര് പറയണം. ഇബ്നു സബാത്തിനെ അറിയാത്ത ഒരാള്, അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ പോലീസുകാരനെ ഇവനെ പിടിച്ച് ആകെ കുടുങ്ങിയിരിക്കുക. അവന് കുറച്ചിട്ട് ഇവൻ തന്നെ പറഞ്ഞു, സാർ ഞാൻ തന്നെയാണ് ഇബ്നു സബാത്ത്. മനുഷ്യന്മാരെ മറ്റേതാക്കാം, ഞങ്ങൾ മറ്റേതാക്കാം. അല്ല സാർ ഞാൻ തന്നെയാണ്. എന്നെ വിട്ടിട്ട് ഒരു ഇബ്നു സബാത്ത് നിങ്ങൾ പിടിക്കാൻ നിങ്ങൾക്ക് ജന്മകാലം തരാലും കിട്ടൂല. എന്താ തെളിവ് വെച്ച് അവര് സഞ്ചി ഒരു പേഴ്സൺ എടുത്ത് കാണിച്ചു കൊടുത്തു. സാർ ഇതാണ്. ഇത് കണ്ടപ്പോൾ കൊണ്ടുവന്ന പോലീസ് ഞെട്ടി. ഇതെപ്പോഴും നീ അടിച്ചു പറ്റിയേ? അപ്പോൾ സാറ് ചോദിച്ചു, ഇത് നിന്റേതാണോ? അത് എൻ്റെതാണ്. മോൻ പറയണ സത്യമാണോ? ആ സത്യമാണ്, ഞാൻ തന്നെയാണ് ഇബ്നു സബാത്ത്. ഇവനെ പിടിച്ചുകൊണ്ടേ നേരെ ബഗ്ദാദ് കോടതിയിലേക്ക്. അങ്ങനെ ബഗ്ദാദ് കോടതിയിൽ ആ കൂടിയിൽ ഒരു 15കാരൻ കീരിയ കുപ്പായമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ജഡ്ജ് വന്നിട്ട് നോക്കിയിട്ട് പറയും, ഈ ഇത്തിരി ചെറിയ സാധനമാണ് ഈ നാട്ടിന് വെറുപ്പിച്ച് കള്ളന്. അങ്ങനെ ജഡ്ജ് ചോദിച്ചു, മോനെ നീ ഞങ്ങളെല്ലാവരും കൂടി മറ്റേതാക്കുകയാണല്ലോ, മോൻ തന്നെയാണോ ഇബ്നു സബാത്ത്? യെസ് മൈ യുവർ ഓണർ, ഞാൻ തന്നെയാണ് ഇബ്നു സബാത്ത്. അല്ല, കേട്ട കേൾവി അനുസരിച്ചിട്ട് നീ കക്കാത്തൊരു ദിവസം ഈ നാട്ടിലില്ല. അത്ര
അത്ര വലിയ കള്ളനായ നീ ഒരു കീര കുപ്പായമായിട്ടാ ജീവിക്കാം, ഒരു അടിപൊളിയായിട്ട് ജീവിക്കേണ്ടോ എന്ന് ചോദിക്കുന്ന നേരത്ത് ഇബ്നു സബാത്ത് പറയാ, സാർ ഞാൻ കട്ടത് ഞാനായിട്ട് ഉപയോഗിക്കാറില്ല, ഞാൻ പാവങ്ങൾക്ക് സ്വതക ചെയ്യും കട്ടിട്ട്. അങ്ങനെ ഇബ്നു സബാത്ത് ഓക്കെ മോന്റെ ജീവിതത്തിൽ എപ്പോഴാ ഈ കക്കാൻ താല്പര്യം, കക്കാൻ ആഗ്രഹം തോന്നിയത് എപ്പോഴാ? ഏയ് ഞാൻ കക്കാനായി ജനിച്ചവനല്ല ജഡ്ജ്, എന്നെ കള്ളനാക്കിയത് നിങ്ങളാണ്, ഈ സമൂഹമാണ് എന്നെ കള്ളനാക്കിയത്. 15-കാരന്റെ വെറുക്കുന്ന വാക്കിന്റെ മുന്നിൽ ആ ജഡ്ജ് എഴുന്നേറ്റ് പോയി, ഞാൻ ഇപ്പോൾ നിന്നെ കള്ളനാക്കി. അങ്ങനെ ജഡ്ജ് ചോദിക്കണം, മോനെ തന്റെ ആ ജീവിതത്തിൽ ആ കള്ളനാകാൻ കാരണമാക്കാതെ എന്ന് പറഞ്ഞു തരാവോ? ആരെയും പറ്റിക്കില്ല, അങ്ങനെയായിരുന്നു എന്റെ ജീവിതം, ആരെയും വഞ്ചിക്കില്ല, ആമോഹം ഉള്ളിലാക്കി ആണ്ടുകൾ തള്ളി നീക്കി, ആരും ഒരപ്പം പോലും ആദ്യം എനിക്കേകില്ല. അങ്ങനെ എൻ ജീവിതം പശിയിൽ ഞാൻ തുടങ്ങിപ്പോയി, അങ്ങനെ ഞാൻ ഉറങ്ങി കതിവം ചെയ്യാൻ തുടങ്ങി, പശിമാറി എൻ ജീവിതം പിച്ച വയ്ക്കാൻ തുടങ്ങി. അതെ, തീത്തും എത്തിയുമായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. ജനിച്ചപ്പോൾ തന്നെ എൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയി. അങ്ങനെ മക്കളില്ലാത്തൊരു ഉമ്മയും ബാപ്പയാണ് എന്നെ വളർത്തിയത്. അവരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വളർത്തുന്നത്. അവർ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന സമ്പത്തിൽ നിന്ന് ഒരു പങ്ക് എനിക്ക് നൽകി. അങ്ങനെ സുന്ദരമായ ആശയങ്ങളാണ് അവരെനിക്ക് പഠിപ്പിച്ചത്. മോൻ ഒരിക്കലും കളവ് പറയരുത്, ഒരിക്കലും കക്കരുത്, ആരെയും വഞ്ചിക്കരുത്. അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം. പക്ഷേ ഒരു ദിവസം അവർ ഇരുവരും മരിച്ചുപോയി. അങ്ങനെ ഞാൻ തെരുവിലായി. അന്ന് മുതൽ ആദ്യമായിട്ട് ഞാൻ പട്ടിണി എന്താണെന്ന് അറിഞ്ഞു. അവനെ ഓരോ വീടുകളിലും ഓരോ കടകളിലും കയറി ഇറങ്ങി. അന്ന് പലവരും തന്നിട്ടുമുണ്ട്. തന്നപ്പോൾ ഞാൻ എൻ്റെ നാഥനോട് നന്ദി പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ കറുത്തൊരു ദിവസം, അന്ന് എനിക്ക് ഭക്ഷണം എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ അവസാനം ഒരു മുസ്ലിംകാരനായ ഒരു മനുഷ്യൻ്റെ ഒരു കടങ്ങ് ഞാൻ കാണാണ്, കുബൂസ് വിൽക്കുന്ന കട. അത് കണ്ടപ്പോൾ എനിക്ക് ഇത്തിരി മനസ്സമാധാനമായി. അങ്ങനെ കിട്ടുമെന്ന പ്രതീക്ഷയില്ല. ജമാന വല്ലാണ്ട് വിശക്കുന്ന, ഒരു റൊട്ടി തരാമോ? അപ്പോൾ അവൻ എന്നെ ഇവിടെ ഒന്നുമില്ല പോ നാട്ടി ഓടിച്ചു. ആ ബെഞ്ചിന്റെ മേലെ കിടക്കുന്ന കുബൂസ് എന്നെ കണ്ട് ചിരിക്കുന്നതായി എനിക്ക് തോന്നി. അത് കിട്ടാണ്ടാണല്ലോ ഞാൻ തകർന്നു പോയിരിക്കുന്നത്. എനിക്ക് ഒരേടി മുന്നോട്ട് നടക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് പിൻഭാഗത്ത് ഈ റൊട്ടി ഉണ്ടാക്കുന്ന ആ പെണ്ണുങ്ങളെ ഞാൻ കാണുന്നത്. അങ്ങനെ ഇവന്റെ കണ്ണു വെട്ടിച്ച് നേരെ ആ പെണ്ണുങ്ങളോട് ചോദിക്കുന്നു, മാ വല്ലാണ്ട് വിശക്കുന്നു, ഒരു റൊട്ടി തരാം, ഒരു കുബൂസ് തരാമോ? അങ്ങനെ ആ ഉമ്മ ദയം തോന്നി മറ്റൊരു പെണ്ണുങ്ങളോട് പറഞ്ഞു, ആ കുട്ടിക്ക് ഒരു റൊട്ടി എടുത്ത് കൊടുത്താളി. അങ്ങനെ മറ്റൊരു പെണ്ണുങ്ങൾ വന്ന് എൻ്റെ കയ്യിലേക്ക് ഭക്ഷണം തന്നു. അന്ന് ലോകത്ത് വെച്ച് കിട്ടാവുന്ന ഏറ്റവും നല്ല ഭക്ഷണമായിരുന്നു. എൻ്റെ മനസ്സ് നിറഞ്ഞു. ഞാൻ സന്തോഷത്തിൽ ആ കുബൂസിനെ എന്നെ പൊട്ടിച്ച് വായിലേക്ക് ഇട്ടില്ല. അതിനു മുമ്പ് തിളക്കുന്ന വെള്ളം എൻ്റെ മുഖത്തിലേക്ക് ഒഴിക്കപ്പെട്ടു. പെട്ടെന്ന് പൊള്ളിത്തെ ഞാൻ നാല് ഭാഗത്തിലേക്ക് നോക്കുമ്പോഴാണ് മുന്നിൽ നിന്ന് ആട്ടി ഓടിച്ചവൻ പിന്നിൽ നിന്ന് വന്ന് എന്നോട് ഈ ക്രൂരത കാണിക്കുന്നത്. പിന്നീട് ആ റൊട്ടി എന്നല്ല എൻ്റെ ജഡ്ജി, മാസങ്ങളോളം എനിക്ക് ഒന്നും തിന്നാൻ പറ്റിയിട്ടില്ല. അവനോടുള്ള പ്രതികാരമായി അവൻ തന്ന റൊട്ടി ഞാൻ അവിടെ തന്നെ വലിച്ചെറിഞ്ഞ് ഇറങ്ങി ഓടി. അന്ന് രാത്രി എന്നെ പോലെ വിശന്ന് കരയുന്ന 100ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു ഇറാഖിന്റെ മണ്ണിൽ. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഭക്ഷണം വേണോ? എന്നാൽ എൻ്റെ കൂടെ വാ, ഞാൻ തരാം. ഞാൻ അവരെ നേരെ കൊണ്ടുപോയത് ആദ്യമായി കൊള്ളയടിച്ചത് ആ റൊട്ടി കടക്കാരന്റെ കട തന്നെയായിരുന്നു. കുത്തി പൊളിച്ചവന്റെ വാതില് അകത്ത് കയറി പിറ്റേന്നൊക്കെ വേണ്ടി നിർമ്മിച്ചു വെച്ച മുഴുവൻ റൊട്ടിനെയും കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു മാറ്റി. എന്നിട്ടും എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവരും കൊടുത്തു, നല്ലോണം തിന്നു. എന്നിട്ടും എൻ്റെ കലിപ്പ് തീർന്നില്ല. ബാക്കിയുള്ള റൊട്ടി മുഴുവൻ ഞാൻ നിലത്തിട്ട് അരച്ച് ചവിട്ടിക്കളഞ്ഞു. അങ്ങനെയാണ് ഞാൻ കള്ളനായത്. എന്നെ കള്ളനാക്കിയത് നിങ്ങളാണ്, ഈ സമൂഹമാണ്. 15കാരൻ്റെ ഈ വാക്കിന്റെ മുന്നിൽ ജഡ്ജ് കരഞ്ഞു. ഇന്നലെ വരെ കള്ളൻ എന്ന് പറഞ്ഞവരുടെ കണ്ണുനീർ നിറഞ്ഞു. മോനെ, ജഡ്ജ് വിഷമത്തിൽ പറയാം, മോനെ ഇനി ഒരിക്കലും കക്കരുത്. ഈ കോടതി ഇത്ര കാലം കട്ടില്ല, ഇതിൽ ശിക്ഷ തരാതെ വിടാൻ പറ്റൂല. ഇത്ര കാലം കട്ട കാരണത്തിൽ ഈ കോടതി മോൻക്ക് 10 അടി വിധിച്ചിരിക്കുമെന്ന് പറഞ്ഞ് ശിക്ഷ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ അന്ന് ഇബ്നു സബാത്തിനെ ശിക്ഷ 10 അടി കൊടുത്ത് അതിനെ പറഞ്ഞയച്ചു. എന്നാലും പോലീസുകാർക്ക് ഒരു ടെൻഷൻ ഉണ്ട്, ഒരാശങ്ക, ഇവ വീണ്ടും നമ്മളെ വഷളാക്കുമോ? അങ്ങനെ അന്ന് രാത്രി പോലീസുകാർ എല്ലാവരും വലിയ വലിയ കടകൾക്കെല്ലാം റോങ് തെറ്റി. അങ്ങനെ പിറ്റേന്ന് അൽഹംദുലില്ലാഹ് എവിടെയും കള്ളത്തരം നടന്നിട്ടില്ല. എല്ലാവരും സോ ഹാപ്പി, ഫുൾ സന്തോഷത്തിലാണ്. അങ്ങനെ പലവരും വരാൻ തുടങ്ങി സന്തോഷത്തിൽ. ഈ 10 അടിക്ക് വേണ്ടിയിട്ടാണ് ഇവൻ ഇത്ര കാലം കട്ടത്. ഇതെന്നാൽ ജനിച്ചപ്പോൾ തന്നെ കൊടുക്കണ്ടായിരുന്നു. ബെദ്ദ മനുഷ്യൻ്റെ ഒരുപാട് സമ്പത്ത് വേസ്റ്റായി, ടൈമും വേസ്റ്റായി. അങ്ങനെ അന്ന് ജഡ്ജി ലീവായിരുന്നു. ഗവർണർ ഉദ്യോഗസ്ഥനെ വിളിച്ച് പറഞ്ഞു, ഇടാ ഇന്ന് ജഡ്ജി ലീവാ, മൂപ്പര് ആ സംഭവം അറിഞ്ഞിട്ടുണ്ടാവില്ല, നീ പോയിട്ട് വിളിച്ചോണ്ട് വാ. അങ്ങനെ ഈ ഉദ്യോഗസ്ഥൻ ഓടി ജഡ്ജിയുടെ വീട്ടിൽ പോകുമ്പോഴാണ് ഒരു സംഭവം. ജഡ്ജി വീട്ടിൻ്റെ അകത്ത് നിന്ന് പുറത്തോട്ട് കൈയിട്ട് പറയുന്നു, മോനെ ഇങ്ങോട്ട് വരല്ല. എന്താ വിഷയം തരുമോ?
10 അടി വിധിച്ച ജഡ്ജിന്റെ പോരാ ഒറ്റ സാധനം ബാക്കിയില്ല, ഉടുത്ത കുപ്പായം വരെ കട്ടോണ്ട്. ഇതാണ് ഇബ്നു സബാ. അങ്ങനെ വെലങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കട്ടെടുത്തത് ഇബ്നു സബാ. ഇബ്നു സബാത്ത് എന്ന പേരും കള്ളനാ, ഇന്ന് നടത്തിയതൊരു കൊള്ളയാ. ഇവനിൽ എതിരി നീതി പറഞ്ഞുള്ളോരാ, ന്യായാധീൻ ബൈത്തും പഠിപ്പിച്ചതാ. അതെ, ഈ ഉദ്യോഗസ്ഥൻ ഓടിപ്പോയി, യാമീർ യാമീർ നിങ്ങളുടെ സന്തോഷത്തിലിരിക്കും. എന്തു പറ്റിയിടോ? അവനാരാ മോൻ? കട്ട ഇജാതി കക്കല്. 10 അടി വിധിച്ച ജഡ്ജിന്റെ വര മുക്കി കട്ട് കലാസാക്കി. പട്ടുകമീസുകളാഭരണങ്ങൾ പറ്റിയതൊക്കെ എടുത്തൊരു വമ്പൻ, പകരം വീട്ടാനായിത കള്ളം വാർത്തയുമന്ന നാട്ടിൽ പരന്ന്. വാർത്ത അറിഞ്ഞവർ അജബേറുന്ന്, വാർത്തയുമന്ന നാട്ടിൽ പറന്ന്. വാർത്ത അറിഞ്ഞവർ അജബേറുന്ന്. ഇബ്നു സബാത്ത് എന്ന പേരും കള്ളനാ, ഇന്ന് നടത്തിയതൊരു കൊള്ളയാ. അതെ, സംഭവം പറഞ്ഞ നാട്ടുകാർ ഒരുമിച്ച് ഞെട്ടി. അങ്ങനെ പോലീസും പട്ടാളം വീണ്ടും രംഗത്തിലേക്ക് ഇറങ്ങി. അപ്പോഴവർ പോലീസാണെന്ന് ഒരുപാട് തിരക്ക് കൂട്ടി ആൾക്കാർ നിൽക്കുന്നു. ഒരു പോലീസുകാരൻ എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോഴാ ജഡ്ജിന്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയ സാധനങ്ങളോട് ഓരിച്ച ഓൾക്കാണ് പാവങ്ങൾക്ക്. അവനെ ഇവനെ പിടിച്ചോടെ നേരെ കോടതിയിലേക്ക്. അങ്ങനെ ജഡ്ജ് ഗവർണർ എന്ത് ചെയ്തു? ജഡ്ജിന്റെ വീട്ടിലേക്ക് ഒരു ജോഡി ഡ്രസ്സങ്ങ് അയച്ചു കൊടുത്ത്. അങ്ങനെ ജഡ്ജ് ആ ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തോട്ട് വരുമ്പോഴാണ് ജഡ്ജിന്റെ കൂട്ടിട്ട് ഒരു ചെറിയ ചെക്കൻ മുന്നോട്ട് നടന്നിട്ട് പോകണം. അങ്ങനെ മോനോട് ചോദിച്ചു, മോനിക്ക് ഇതാരാ തന്നെ? ഇബ്നു സബാത്ത്. വേണ്ട, നീ തന്നെ വെച്ചോ, വീണ്ടും ഇങ്ങോട്ട് വന്നേക്കല്ല. അങ്ങനെ ഇയാൾ നേരെ കോടതിയിലേക്ക് പോകും. അപ്പൊ ഗവർണർ പറഞ്ഞു, മൂപ്പരെത്തിയിട്ടുണ്ട്, നിങ്ങൾ പറ്റി ശിക്ഷ പ്രഖ്യാപിക്കുക. എന്റെ പൊന്നാര ഗവർണറെ, അച്ചക്കനെ വിട്ടിട്ട് വേറെ ആരെങ്കിലും പറ, വീണ്ടും പുറക്കേക്ക് വന്നേക്കല്ല, ഒന്നും സാധനം ബാക്കിയില്ല വേണം. അങ്ങനെ ജഡ്ജ് ഒഴിവാന്നത് കണ്ടപ്പോൾ എല്ലാവരും സംയുക്തമായി തീരുമാനിക്കാൻ തുടങ്ങി. ഉന്നത ഉദ്യോഗസ്ഥന്മാരും ജഡ്ജും ഗവർണറും അങ്ങനെ എല്ലാവരും തീരുമാനിച്ചു. പലവരും പറഞ്ഞു, കൊന്നേക്ക, അവൻ വീണ്ടും കക്കു, ഉറപ്പാണ്. 15 വയസ്സാ, അതൊന്നും നടക്കില്ല. അങ്ങനെ അവസാനം അവരെല്ലാവരും ഒറ്റ തീരുമാനത്തിലേക്ക് എത്തി. ഇബ്നു സബാത്ത് എന്ന പെരുങ്കള്ളന്റെ വലത്തെ കൈ വെട്ടുക. അങ്ങനെ വെട്ടി 2-3 ദിവസം ജയിലിൽ പറവിച്ച് ഇബ്നു സബാത്തിനെ അങ്ങനെ പറഞ്ഞേക്കുമ്പോൾ പൊട്ടി ചീരി ജഡ്ജിനും ഗവർണറെല്ലാം. ഇനി ഇബ്നു സബാത്ത് എങ്ങനെ കക്കും? ഒറ്റ കൈ ഇബ്നു സബാത്ത് എങ്ങനെ കക്കും? അതൊന്ന് കയറിയത് ഇബ്നു സബാത്ത് പോയതെടുക്കരുത്, കക്കാനൊന്നല്ല, നേരെ ദിജില നദിന്റെ അടുക്കൽ തൊട്ടപ്പുറത്തൊരു കാടുണ്ട്. ആ കാടിൽ കള്ളന്മാരുടെ താവളം എന്നറിയപ്പെട്ട. അങ്ങനെ ഇബ്നു സബാത്ത് വരുന്ന കണ്ട് ഒരു കള്ളൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞങ്ങളെ പ്രസിഡന്റ് വരുന്നുണ്ട്. എല്ലാവരും എഴുന്നേക്കി. അങ്ങനെ ഇബ്നു സബാത്ത് ആ സംഘത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരും എനിക്ക് വേണ്ട, ഇരിക്കി, എന്നിട്ട് നിങ്ങളോട് എനിക്കൊരു വിഷയം പറയാനുണ്ട്. എന്നിട്ട് കള്ളന്മാർ ഒരു കിതാബ് കൊടുത്തു. ഇന്ന് ജഡ്ജിന്റെ വീട് കട്ട കാരണത്താൽ എൻ്റെ ഒരു കൈ വെട്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു കൈന്റെ പകരം ഇന്ന് രാത്രി ഞാൻ 60 കൈകളെ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് ഇബ്നു സബാത്ത്. ഒരു കൈ വെട്ടിയ കാരണത്താൽ 60 കൈകളെ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ സ്കെച്ച് പറഞ്ഞു കൊടുക്കാണ്. 4 ധനാഢ്യന്മാരുടെ വീടും ഒരു സർക്കാർ ഖജനവും ഒരേ നേരത്ത് 5 ഗ്രൂപ്പായി ഒന്നിച്ച് കക്കാം. എന്ന് കട്ട സാധനം ഇങ്ങോട്ട് കൊണ്ടുവരും, നിങ്ങൾക്ക് വെച്ച് ഓഹരി ചെയ്യാൻ പറ്റും. ഇവിടെ വെച്ചിട്ട് ഓഹരി ചെയ്യും. അങ്ങനെ അന്ന് രാത്രി പ്രത്യേക ഒരു ഊർജ്ജവത്തോടെ ആവേശത്തോടെ കള്ളന്മാർ ഇറങ്ങി രംഗത്തിലേക്ക്. ഇബ്നു സബാത്ത് പറഞ്ഞതുപോലെ തന്നെ കട്ട് കൊണ്ടുവന്ന് കാടിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്നിട്ട് ഇബ്നു സബാത്തിന്റെ മുന്നിൽ എല്ലാ സമ്പത്തും ഇങ്ങനെ നിറച്ചു വെക്കുന്നു. എന്നിട്ട് ഓരോരുത്തരെ വിളിച്ച്, ഇങ്കത്ര മക്കളുണ്ട്? 3. അതാ 3 പറ്റിയത്. ഇതാ ഇങ്കത്ര 5. അതാ. അങ്ങനെ റേഷൻ കടന്റെ രൂപത്തിൽ ഓരോ മനുഷ്യർക്ക് അവർക്ക് പറ്റിയതായ സമ്പത്ത് എടുത്തു കൊടുക്കാണ്. അങ്ങനെ പിറ്റേന്ന് പോലീസും പട്ടാളക്കാരും നാട്ടുകാരും ഒരുമിച്ച് ഞെട്ടി. ഇത് ഇബ്നു സബാത്ത് ഒറ്റയ്ക്കല്ല, ഇബ്നു സബാത്തിന്റെ വേറെ ബാക്കിൽ സൂപ്പർ കള്ളന്മാർ വേറെ ഉണ്ട്. പക്ഷെ എല്ലാ വീട്ടിലും എഴുതി വെച്ചിന്, എല്ലാ ശ്രദ്ധ എഴുതി വെച്ചിന്, കട്ടെടുത്തത് ഇബ്നു സബാത്ത്. ഇത് എങ്ങനെയാ ഒറ്റയ്ക്ക് ഇബ്നു സബാത്ത് ഒറ്റ രാത്രി കൊണ്ട് ഇമാതിരി വെക്കോ? അങ്ങനെ പട്ടാളം പോലീസും വീണ്ടും രംഗത്തിലേക്ക് ഇറങ്ങി ഇബ്നു സബാത്തിനെ പിടിക്കാൻ വേണ്ടി. വീണ്ടും അതേ പഴയ ഗതിയിലേക്കാണ്. എവിടെ ഇബ്നു സബാത്തിന്റെ ഒറ്റ അഡ്രസ്സും ഇല്ല. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നു. കളവ് കൂടിക്കൊണ്ടുവരാണ്. ഇബ്നു സബാത്തിനെ കൊണ്ട് ഈ പോലീസുകാരും പട്ടാളക്കാരും ആകെ കുടുങ്ങി. ഉന്നത ഉദ്യോഗസ്ഥന്മാരും ജഡ്ജും ഗവർണറും എല്ലാവരും പോലീസിനല്ലേ പറയാ. അങ്ങനെ ഒരു പോലീസുകാരനെ എല്ലാ ഭാഗത്തുനിന്ന് പറച്ചിൽ കേട്ട് ഞാൻ ഈ പണി നിർത്താൻ എനിക്ക് മടുത്തു, ഇബ്നു സബാത്തിനെ കൊണ്ട് ഞാൻ തോറ്റു, ഞാൻ നാട് വിട്ടുപോവാ, ഇത്തിരി സമാധാനം വേണം എനിക്ക്. അങ്ങനെ ഇയാൾ വന്നത് എടുക്കാറ് നേരെ ദിജില നദിന്റെ അടുക്കൽ. അവിടെ തൊട്ടപ്പുറത്ത് നല്ലൊരു വ്യൂവുള്ളൊരു സ്ഥലമാണ്, കാണാൻ സുന്ദരമായ ഒരു സ്ഥലം. അയാൾക്ക് മനസ്സിൽ ശാന്തമായി. അതിനെ തൊട്ടപ്പുറത്ത് ബാക്ക് നോക്കുമ്പോൾ വലിയൊരു മല ഉണ്ട്, ഒന്ന് കയറിയാലോ. അങ്ങനെ മല കയറിയിട്ടുമ്പോഴാണ് ഇറാഖിന്റെ സുന്ദരമായ രംഗം, നല്ലൊരു വ്യൂ അയാൾ കാണുന്നത്. തണുപ്പേറിയ കാറ്റ് അയാൾക്ക് വല്ലാത്ത ആനന്ദിച്ചു. അങ്ങനെ ഷർട്ട് ഊരിയിട്ട് അയാൾ മെല്ലെ ഒന്ന് കിടന്നു പോകുമ്പോൾ അയാൾ അങ്ങനെ ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറക്കം ഞെട്ടി നോക്കുമ്പോൾ ആകാശത്തിൽ സൂര്യന്റെ വെളിച്ചത്തെ പറ്റി നക്ഷത്രം കാണുന്നു. ഇയാളും ടെൻഷനായി, എൻ്റെ റബ്ബി ഞാനെന്ത് ചെയ്യൂ, ഈ രാത്രി ആയിട്ടുണ്ട്, ഇറങ്ങിപ്പോണ്ടത് കാട്ടിലൂട്ടാണ്. അതിനിങ്ങനെ ടെൻഷനിൽ ഇരിക്കുമ്പോഴാണ് ഒരു താഴെ ഒരു വിളക്ക് ഇങ്ങനെ കത്തണ കാണുന്നത്. ഇയാൾ സൂക്ഷിച്ചു നോക്കി, എന്താ അത്?
അങ്ങനെ മെല്ലെ ശബ്ദം ഒന്നും ഉണ്ടാക്കാതെ ഇറങ്ങി പോകുമ്പോഴാ സംഭവം തരോ ഇബ്നു സബാത്ത് ഒരു കസാലയിൽ ഇരിക്കുന്നു, മുന്നിൽ ശിഷ്യന്മാരെ പോലെ കള്ളന്മാറി ഇരിക്കുന്ന ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് എങ്ങനെയാണ് കക്കേണ്ടത്. ഇത് കണ്ട് ഇയാൾ ഞെട്ടി, എൻ്റെ അമ്മോ എന്താണിത്. അപ്പോഴാണ് ഇബ്നു സബാത്ത് പറയണത്, ഞാൻ ഇന്ന് കിടക്കുന്നത് ഞങ്ങളുടെ മലയില്ല, ആ മലയുടെ മുകളിൽ ഒരു പാറയില്ല, അവിടെയാണ്. ഇത് കേട്ട് ഇയാൾ ഞെട്ടി, ഇയാളുടെ ഷർട്ട് ഉണ്ട്, ഇയാൾ ഓടിപ്പോയി ആ ഷർട്ട് എടുത്ത് അപ്പുറത്ത് ചാടനും ഇപ്പുറത്ത് ഇബ്നു സബാത്ത് കയറി വന്നു. അങ്ങനെ ചാക്കങ്ങ് വിരിച്ച് അവിടെ കിടക്കാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവനെ ഉറങ്ങിയെന്ന് കണ്ടപ്പോൾ ഈ പോലീസുകാരന് ചാടി എഴുന്നിട്ട് പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇബ്നു സബാത്ത് ചാടി എഴുന്നിട്ട് വാളം കൂരിട്ട് ഞാൻ ഉറങ്ങിയെന്ന് വിചാരിച്ചല്ലേ, ഞാൻ നേരത്തെ വന്നിരുന്നു, നീ ഉറങ്ങുന്നില്ല. അപ്പോൾ പിന്നെ നിന്റെ വർക്ക് ബുദ്ധിമുട്ടാവണ്ട വിചാരിച്ച് ഞാൻ പോയതാ. പിന്നെ നീ എൻ്റെ ബാക്കിൽ നിന്നില്ല, ഞാൻ ക്ലാസ് എടുക്കുന്നിരുത്ത്, അപ്പോൾ ഞാൻ നിന്നെ കണ്ടില്ല. അത് കണ്ടിട്ട് തന്നെയാ പോലീസേ ഞാൻ ഇന്ന് മേലെ ഉറങ്ങുന്നു പറഞ്ഞത്. അതുകൊണ്ട് ഇത് നിന്റെ നാടല്ല, ഇത് കാടാ. എനിക്ക് ഇത്തിരിയാണ് ജീവിക്കാൻ താല്പര്യമായിട്ട് മര്യാദയിൽ ഇറങ്ങിപ്പോ. അപ്പോൾ പോലീസുകാരൻ പൊട്ടിച്ചിട്ട് വാളങ്ങൂരി, എൻ്റെ പൊന്നി ഇബ്നു സബാത്തെ എന്താണെങ്കിലും ഇതൊരു മല, നിന്റെ കള്ളന്മാർ കയറി വരുന്നതിനേക്കാൾ മുമ്പ് ഞാൻ നിന്റെ കഥ തിരിക്കും, ഞാൻ നിന്റെ തല വെട്ടും. അതുകൊണ്ട് മര്യാദ ഞാൻ പറയണത് കേക്ക്. അപ്പോൾ ഇബ്നു സബാത്ത് ചിന്തിച്ച് ഇയാൾ പറയുന്നത് ശരിയാ, കള്ളന്മാരല്ല, എങ്ങനെ വിശ്വസിക്കാം, വരുമോ അന ഓക്കെ ഞാൻ സലണ്ടർ ചെയ്യാം. അന ഇവനെ ആ അർദ്ധരാത്രി നേരെ കൊണ്ടുപോയി ബഗ്ദാദ് കോടതിയിലേക്ക്. അതിനെ പിറ്റേന്ന് പോലീസുകാർ കാട് അടക്കി പറിച്ചു നോക്കി, എവിടെ ഒരുത്തനും കിട്ടിയിട്ടില്ല. അങ്ങനെ ഇപ്പൊ എല്ലാവരും ഒറ്റ തീരുമാനം, എല്ലാവരും സംയുക്തമായി തീരുമാനിച്ചു ഇബ്നു സബാത്തിന് ഇനി വിട്ടാൻ പറ്റൂല, ഉറപ്പായിട്ടും കക്കും. അങ്ങനെ ഇബ്നു സബാത്ത് എന്ന 15കാരനെ ഈ ഇറാഖ് കോടതി വധശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നു, കൊന്നളയാ. അപ്പോഴാണ് ഇബ്നു സബാത്ത് പൊട്ടിച്ചിരിച്ച് പറയണ, ഏയ് ഒരു ഇബ്നു സബാത്ത് മരിച്ച കാരണത്തിൽ ഈ നാട്ടിൽ സമാധാനം കിട്ടും, നിങ്ങളെ വ്യാമോഹമുണ്ടോ? നടക്കില്ല. ഞാൻ പഠിപ്പിച്ചു വിട്ട വേറെ സൂപ്പർ കള്ളന്മാർ വേറെ ഉണ്ട്, അവർ ഈ നാട്ടിനെ കുട്ടിച്ചോറാക്കും. അതുകൊണ്ട് ഞാൻ പറയണമെന്ന് കേൾക്ക്, ഞാൻ ഒരു ഡീല് വെക്കാം. നിങ്ങൾ എന്നെ കൊല്ലാണ്ട് വിട്ടാൽ വേറെ എന്തുകൊണ്ട് ശിക്ഷ തന്നു, ഓക്കെ, നിങ്ങൾ എന്നെ കൊല്ലാണ്ട് വിട്ടാൽ അവരുടെ എല്ലാവരും അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം, ഇവനാരാ മോൻ. അങ്ങനെ എല്ലാവരും അഡ്രസ്സ് പറഞ്ഞു കൊടുത്ത് എല്ലാവരും കള്ളന്മാരുടെ പ്രസിഡന്റ് അല്ല ജയിലിലായി. അങ്ങനെ അങ്ങനെ ജഡ്ജ് പറഞ്ഞു ഈ മൊത്തം കള്ളന്മാർക്ക് 10 വർഷം ജയിൽ ശിക്ഷ ഞങ്ങൾ ഇവിടെ നിന്ന് വിധിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ ജനങ്ങൾക്ക് ടെൻഷൻ കൂടാണ്. അങ്ങനെ അവസാനം 10 വർഷം കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എല്ലാവർക്കും ടെൻഷൻ കൂടി, ഇവൻ വീണ്ടും ഇറങ്ങാമല്ലോ എൻ്റെ റബ്ബി. അങ്ങനെ കുറച്ചാൾ പറയാൻ തോന്നി, അന്ന് ഒരു കൈ വെട്ടിയപ്പോൾ കൂട്ടത്തിൽ ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പൊ അവരെല്ലാവരും ചതിച്ചുകൊണ്ട് എല്ലാവരും പോകില്ലേ. അങ്ങനെ ഇപ്പോൾ വീണ്ടും ഇബ്നു സബാത്ത് ഒറ്റയ്ക്ക്, ഇനി അവൻ കക്കൂല. ഇബ്നു സബാത്ത് ചിന്തിച്ച് അങ്ങനെ 10 അടി കിട്ടി, ഒരു കൈ വെട്ടി, പിന്നെ 10 വർഷം ജയിലിന് ശിക്ഷ കിട്ടി. എന്നിട്ടും ഞാൻ നന്നാകുന്നെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ നാട്ടുകാരെ കൊണ്ട് നെറ്റിച്ചിട്ട് എൻ്റെ കാര്യം. അങ്ങനെ അന്ന് ഇബ്നു സബാത്ത് കക്കാൻ തീരുമാനിച്ചത് ഒരു കർഗ് എന്ന് പറയുന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു, അവിടെ ഒരു വലിയൊരു വീട് സ്കെച്ച് ചെയ്ത് വെച്ചു. അന്ന് രാത്രി പാത്തും പതുങ്ങിയും ആ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിൻ്റെ മുറ്റത്തെത്തി 4 ഭാഗത്തിലൊക്കെ ആരും കാണുന്നില്ല വിചാരിച്ചിട്ടുമ്പോൾ വീട്ടിൻ്റെ ഡോർ കുട്ടിയിട്ടിട്ടില്ല, അടിച്ചിട്ടേ ഉള്ളൂ, ചാരിട്ടേ ഉള്ളൂ. അങ്ങനെ നേരെ കയറി പല റൂമുകളിലും കയറി ഇറങ്ങി, എവിടെ ഒറ്റ സാധനമില്ല. ഇത് എന്തൊരു മുതലാളി, ഒറ്റ സാധനം ബാക്കി വെച്ചിട്ടില്ല വീട്ടിൽ. അങ്ങനെ അവസാനം ഒരു മുറിയിൽ നോക്കുമ്പോൾ 30ഓളം വരുന്ന ഒരു ജൂൽ കമ്പനി കാണുന്നത്, പുതപ്പ്. ഇത് മതി, ഇതാണെങ്കിലും പാവങ്ങൾക്ക് സ്വതക ചെയ്യല്ല വിചാരിച്ച് ഈ കള്ളൻ എന്ത് ചെയ്ത് അപ്പുറത്തുള്ള എടുത്ത ഭാഗത്തുള്ള ഒരു കയറങ്ങ് പൊട്ടിച്ച് ഇതിനെ കെട്ടാൻ വേണ്ടിയിട്ട് എടുത്ത ഭാഗത്ത് നിന്ന് പിടിക്കുന്ന വലത്തെ ഭാഗത്തുകൊണ്ട് മറന്നിങ്ങനെ പിടിക്കുമ്പോൾ കൈ കിട്ടുന്നില്ല. അപ്പോഴാണ് ഇബ്നു സബാത്തിന് ഇസ്ലാമിൻ്റെ ശിക്ഷയുടെ പൊരുൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇവനെന്ത് ചെയ്ത് എന്നാലും തോറ്റെടുക്കാൻ ഇബ്നു സബാത്ത് തയ്യാറല്ല. അങ്ങനെ എടുത്ത ഭാഗത്ത് വലത്തെ ഭാഗത്ത് നിന്ന് പിടിക്കുമ്പോൾ എടുത്ത ഭാഗത്ത് വീണു, എടുത്ത ഭാഗത്ത് പിടിക്കുമ്പോൾ വലത്തെ ഭാഗത്ത് നിന്ന്. ഈ ഇബ്നു സബാത്ത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നേരിടാണ്. ടെൻഷൻ കൊണ്ട് നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു, അവിടെ വേർത്ത് കുളിച്ചുപോയി. അപ്പോഴാണ് ആ റൂമിലേക്ക് ഒരു വയസ്സായ ഒരു മനുഷ്യൻ ഒരു വിളക്ക് കുടിച്ച് വരുന്നത്. അങ്ങനെ ഇബ്നു സബാത്ത് ആകെ ടെൻഷൻ, എന്ത് ചെയ്യും റബ്ബേ. അങ്ങനെ ഇയാൾ വന്നാൽ ആകെ കുടുങ്ങി വഷളായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ വയസ്സായ മനുഷ്യൻ വിളക്കപ്പുറം വെച്ച് ഇബ്നു സബാത്തിന്റെ മുഖത്തിന്റെ അടുത്ത് വന്നിട്ട്, മോന് നല്ല ക്ഷീണത്തിലാണല്ലോ, മോൻ ഇവിടേക്ക് ഞാൻ പാല് കൊണ്ടുവന്ന് തരാം. അങ്ങനെ പായ വിരിച്ച് തലകാണ് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇയാൾ പോയി അപ്പോൾ ഇബ്നു സബാത്ത് വിചാരിച്ച ആളെ കൊണ്ടുവരാൻ പോവാം. അങ്ങനെ ഇബ്നു സബാത്ത് അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് പതുങ്ങി നിൽക്കുമ്പോൾ ഇയാൾ കുറച്ച് കഴിഞ്ഞിട്ട് പാല് തന്നെ കൊണ്ടുവരുന്നു. ഇയാൾക്ക് എന്ത് വട്ട, കക്കാൻ വന്ന കള്ളന് പാല് കൊണ്ടുവന്ന് തരിക. അങ്ങനെ ഇബ്നു സബാത്ത് വന്ന് കുടിച്ച് എന്നിട്ട് ഇയാളെ കാണുന്ന രംഗം തരും. ഇബ്നു സബാത്ത് കക്കാൻ വേണ്ടി പ്ലാൻ ഇട്ട് വെച്ച പുതപ്പ്. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു, വേറൊരു കയറും കൊണ്ടുവന്നിട്ട് 25 വരെ വന്ന കെട്ടെടുത്തിട്ട് മറ്റൊരു ഭാഗത്തിലേക്ക് വെച്ചു. 5 കെട്ടാക്കി 25 കെട്ടാക്കി. അപ്പം ഇബ്നു സബാത്ത് പൊട്ടിച്ചിട്ട് പറയണ, കള്ളാ വയസ്സാ, നിന്നെ പറ്റിക്കാൻ നോക്കുക, ഞാനാ ഇത് ആദ്യം കണ്ടത്, മോനെ ഞാൻ കള്ളനല്ല, ഞാൻ ഈ വീട്ടിൻ്റെ ആള് തന്നെയാ. മോനിക്ക് ഇത് കൊണ്ടുപോകണ്ടേ, മോനിപ്പോൾ ക്ഷീണത്തിലല്ലേ, കൊണ്ടുപോകാൻ പറ്റുമോ, അത് ഞാൻ സഹായിക്കുക. ഇയാൾക്ക് എന്ത്, അങ്ങനെ പോവാലയിച്ച് പോവാന്ന്. അങ്ങനെ ഇബ്നു സബാത്ത് 5 എടുത്ത്, ഇയാൾ 25 എടുത്ത്. ഇയാൾ വയസ്സായ ഒരു മനുഷ്യൻ. അങ്ങനെ ഇബ്നു സബാത്ത് ഇറങ്ങി. ഇബ്നു സബാത്ത് ഹൈ സ്പീഡിലുണ്ട്. ഈ വയസ്സായ മനുഷ്യന് മെല്ലെ വരാണ്. ഒന്ന് വയസ്സഭ്യം ആൾക്കാരെ കണ്ട, അല്ലെങ്കിൽ ലേറ്റായി, ആൾക്കാർ ആരെങ്കിലും കണ്ട വഷളാവും. അതിനെ കുറച്ച് കഴിയുമ്പോൾ ഒരു വയൽ കിട്ടി.
അങ്ങനെ ഈ ഇബ്നു സബാത്ത് ഹൈ സ്പീഡിൽ പോകുന്നുണ്ട്. ഈ വയസ്സായ മനുഷ്യൻ കാലം എതിട്ട് വീയാണ്. ഇത് കണ്ടപ്പോൾ ദേശത്തിൽ എൻ്റെ വയസ്സ് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റ ചവിട്ടം കൊടുക്കുന്ന ഇബ്നു സബാത്ത് ഈ മനുഷ്യൻ്റെ പെരടിയിലേക്ക് അങ്ങനെ എഴുന്നേപ്പിച്ച് ഒറ്റ അടിയങ്ങ് കൊടുക്കുകയാണ്. വേഗം വരാൻ പറഞ്ഞില്ലേ, മോനെ അടിക്കല്ല, ഞാൻ നിന്റെ പോലെ ചെറുപ്പക്കാരനല്ല, വയസ്സല്ല, എന്നെ കൊണ്ട് ഇത്ര പറ്റൂ, ഞാൻ ശ്രമിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എങ്ങനെയോ അങ്ങനെ ആക്കിയിട്ട് എവിടെയോ ആ ദിജില നദിയുടെ കാടിലേക്ക് എത്തി. അങ്ങനെ ഇയാൾ ആ പുതപ്പ് വെച്ചിട്ട് തിരിച്ചു പോകുമ്പോഴേ കൈ പിടിച്ചിട്ട് ഇബ്നു സബാത്ത് ചോദിക്കുന്നത്, പോകാൻ പറഞ്ഞു, നീ ആരെ സീഡിയ, എൻ്റെ താവളം കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതാ? ഏയ് മോനല്ല, ഞാനും നീ കൂട്ടുകാരനായി, ഇന്ന് രാത്രി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൂടിയില്ലേ, അപ്പോൾ ഞാനും നീ കൂട്ടുകാരനായില്ലേ? ഏയ് അങ്ങനെ ഒന്നല്ല, വീട്ടിൽ കള്ളാൻ വന്നാൽ പാലെടുത്തിട്ട് അയാളെ സഹായിക്കാം, അത് ഞാൻ എന്ത് മണ്ടനാ? അല്ല മോൻ. അപ്പോഴാണ് എവിടെ നിന്നോ ആ കർഗ് ഗ്രാമത്തിന്റെ പള്ളിയിൽ നിന്ന് ആ കാട്ടിലേക്ക് സുബഹി ബാങ്കിന്റെ ഇത് കേട്ട ഈ വയസ്സായ മനുഷ്യൻ മോനെ പോയിട്ട് തിരുത്തിണ്ട്, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ച് ഇയാളങ്ങ് ഇറങ്ങി പോവാണ് ആ കർഗ് ഗ്രാമത്തെ ലക്ഷ്യമാക്കി. ഹൈ സ്പീഡിൽ ഇയാളങ്ങ് ഇറങ്ങി പോകുമ്പോൾ ഇബ്നു സബാത്ത് ഞെട്ടി, ഇതെന്തൊരു മനുഷ്യനാ! ഇന്നവരെ ഞാനൊന്ന് പുറത്തിറങ്ങിയാൽ എന്നെ കൊല്ലാൻ വേണ്ടി കാക്കുന്ന ജനങ്ങൾ, എന്നെ ശപിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ജനങ്ങളുടെ ഇടയിൽ എനിക്ക് വേണ്ടി ദ്വാരക്കാൻ ഇയാൾ ആരാ എന്ന ചിന്ത ഇബ്നു സബാത്തിന് വല്ലാത്ത ഇടങ്ങേറാക്കി. അന്ന് പകലായത് ഇബ്നു സബാത്ത് അറിഞ്ഞില്ല, ഉച്ചയായത് അറിഞ്ഞില്ല, അസറായത് അറിഞ്ഞില്ല, ഒന്നും അറിയുന്നില്ല. ഒറ്റ ചിന്ത, അതേ ഇരിപ്പ്, അത് അയാൾ ആരാ. അതിന് പിറ്റേന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് ഇന്നലെ കൊണ്ടുവന്ന പുതപ്പെടുത്തിട്ട് പതിച്ചുകൊണ്ട് നേരെ പോന്നു ഇന്നലെ കട്ട അതേ വീട്ടിലേക്ക്. പക്ഷെ ഇന്നാലത്തെ അവസ്ഥ ഒന്നുമല്ല, ഇന്ന് നല്ല ആൾക്കാരുണ്ട് അവിടെ. അങ്ങനെ ഗേട്ട് വരെ നിന്ന് ഉള്ളിലേക്ക് പോകാൻ മനസ്സ് വന്നില്ല. അപ്പോഴാണ് ഒരു മനുഷ്യനോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആരാ വേണ്ടത്? ഇയാളെ മുഖത്തിലേക്ക് സൂക്ഷിച്ച് നോക്കി, ഇന്നലെ കണ്ട ചിരി മുഖത്തിലില്ല. ഇയാൾ അതല്ല, എനിക്ക് ഈ വീട്ടിൽ ജൂൽ കമ്പനി കച്ചവടക്കാരൻ്റെ ഒന്ന് കാണുന്നത്. മോനെ നിങ്ങൾക്ക് തെറ്റുപറ്റിയത്, ഇത് ജൂൽ കമ്പനി കച്ചവടക്കാരൻ്റെ വീടൊന്നല്ല, വീട് അറിയാത്ത ഈ നാട്ടിൽ ആരുമില്ല. ഏയ് അല്ലല്ല, ഇത് തന്നെ, ഞാൻ ഇന്നലെ വന്നിരുന്നു. അയാളെ പറഞ്ഞു നിന്നോട് ജൂൽ കമ്പനി കച്ചവടക്കാരൻ്റെ വീടാണിത്? ഏയ് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഈ വീട് മോൻ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, ഈ വീട് അറിയാത്ത ഈ ബഗ്ദാദിൽ ആരുമില്ല. ഈ വീട് ആരതാണെന്ന് അറിയാമോ എനിക്ക്? ജുനൈദുൽ ബഗ്ദാദി, ബഗ്ദാദിലെ പണ്ഡിത ജ്യോതിസ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിന്റെ വീടാണ്. അപ്പോൾ ഇന്നാലെ സാഹിത്യം തന്നെ ജുനൈദുൽ ബഗ്ദാദിയാണ്. ആ മഹാമനുഷ്യന്റെ പെരടിയിലേക്കാണ് ഞാൻ ചവിട്ടിയത്, ആ മനുഷ്യന്റെ മുഖത്തിലേക്കാണ് ഞാൻ ഈ ഇടത്തേക്ക് കൊണ്ട് അടിച്ചത്. പിന്നീട് ഇയാളോട് സംസാരിക്കാൻ നിന്നില്ല, നേരെ അകത്തേക്ക് ഓടിപ്പോവാണ്. അപ്പോഴാണ് ഇബ്നു സബാത്ത് കാണുന്നത് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു പിള്ളേർക്ക് ക്ലാസ് എടുത്തു കൊടുക്കണം. കശ്ഫും കറാമത്താടും യാ വലിയേ ശൈഖ് വലിയേ ജുനൈദ് വലിയേ ബഗ്ദാദ് മണ്ണിൽ വാഴും യാ വലിയേ ശൈഖ് വലിയേ ജുനൈദ് വലിയേ കശ്ഫും കറാമത്താടും യാ വലിയേ ശൈഖ് വലിയേ ജുനൈദ് വലിയേ. അതെ, ഇബ്നു സബാത്ത് ആ മുറിയിലേക്ക് നോക്കുമ്പോൾ ഇന്നലെ കണ്ട അതേ മുറിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇശാ ബാങ്ക് കഴിഞ്ഞ് പിള്ളേരുമായി ശിഷ്യന്മാരുമായി നിസ്കരിക്കാൻ വേണ്ടി ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പുറത്തോട്ട് വരുമ്പോഴാണ് വെട്ടിയിട്ട വായന്റെ രൂപത്തിൽ ഇബ്നു സബാത്ത് കാലിൽ പിടിച്ച് പൊട്ടിക്കരയുന്നത്. ആ മുഖത്തിലേക്ക് നോക്കാനുള്ള കലിപ്പില്ലായിരുന്നു ഇബ്നു സബാത്തിന്. ഇബ്നു സബാത്ത് പറഞ്ഞു, എൻ്റെ ഈ കൈയില്ലേ മഹാനവർകൾ, നിങ്ങളുടെ മുഖത്തിലേക്ക് അടിച്ച കൈയാണ്. ഈ കൈ എൻ്റെ ജീവിതത്തിലെ ഒരു ഭാരമാണ്, ഈ കാലും ഭാരമാണ്, അതുകൊണ്ട് ഇത് രണ്ടും നിങ്ങൾ എന്നിൽ നിന്ന് വെട്ടിയെടുക്കണം. അപ്പോൾ ഇബ്നു സബാത്തിന്റെ നെഞ്ചത്ത് തൊട്ട് പറയാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, മോനെ എനിക്ക് വേണ്ടത് നിന്റെ കൈയും കാലും ഒന്നുമല്ല, എനിക്ക് വേണ്ടത് നിന്റെ ഹൃദയമാണ്, അത് നീ എനിക്ക് തരുമോ? ഞാൻ അങ്ങേക്കെല്ലാം സമർപ്പിച്ചെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ് കെട്ടിപ്പിടിച്ചുകൊണ്ട്. അങ്ങനെ ഇബ്നു സബാത്തിനെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇയാൾ ആരെന്ന് മനസ്സിലായോ? ശിഷ്യന്മാരിൽ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ഉസ്താദ് ഇത് മറ്റേ ഞങ്ങളെ നാടിന് പെർപ്പിച്ച ആ പെരും കള്ളൻ ഇബ്നു സബാത്തല്ലേ ഇത്? ആ മോൻ അരികത്ത് വിളിച്ച് പറയണം, മോനെ ഈ ലോകത്ത് ആരും കള്ളനായിട്ട് ജനിക്കുന്നില്ല, ഓരോ മനുഷ്യനും കള്ളനാക്കുന്നത് സാഹചര്യമാണ്. അതേ സാഹചര്യങ്ങൾ അള്ളാഹു അവനെ ഉയർത്തുക തന്നെ ചെയ്യും. അള്ളാഹു ആണ് ഓരോ മനസ്സിന്റെ മനസ്സറിയുന്നവൻ. അതുകൊണ്ട് ഇവൻ ആരെയും ഇനി കള്ളനെന്ന് പറയരുത്. ഇനി നിങ്ങളെ കൂടെയാണ് ഇവൻ, എന്റെ ശിഷ്യനാണ്. അല്ലാഹ് കാണേണ്ട നിന്റെ മുഞ്ചേ, ആ നോട്ടമെപ്പോഴും നിന്റെ നെഞ്ചേ, അലിവോടെ കുമ്പിടും നേരമഞ്ച്, അലിവോടെ കുമ്പിടും നേരമഞ്ച്,
അകം നൊന്ത് സുജൂദിൽ വീണ് കെഞ്ച്, അകം നൊന്ത് സുജൂദിൽ വീണ് കെഞ്ച്. അതെ മോനെ, ഇനി ആരും ഇയാളെ കള്ളനെന്ന് പറയരുത്. ഇയാൾ ഇനി നിങ്ങൾ കൊടുത്തതിലാണ്. അങ്ങനെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായി അംഗീകരിച്ച് കാലങ്ങളുടെ ശേഷം, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിന്റെ ശേഷം അശ്ശൈഖ് ഇബ്നു സബാഹ് റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ മാറുന്നു. ആരാ? ആ ബഗ്ദാദിൽ അറിയപ്പെട്ട പണ്ഡിതനിൽ ഒരാളാണ്. ഒരു കാലഘട്ടത്തിന്റെ ജനങ്ങളുടെ ഭാഷയിൽ ആ വൃത്തികെട്ടവൻ. മറ്റൊരു കാലത്ത് ഇബ്നു സബാഹ് റളിയല്ലാഹു അൻഹു ആണ്. എന്ന ഈ മഹാനവറുകളുടെ ചരിത്രം നിങ്ങളുടെ മനസ്സിൽ ബാക്കി വെച്ചുകൊണ്ട് ഞങ്ങളുടെ നിർത്താണ്. അള്ളാഹു ഏവർക്കും തെറ്റില്ലാത്തൊരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ സന്തോഷം സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ദുആ നിങ്ങളുടെ മനസ്സിൽ ബാക്കി വെച്ചുകൊണ്ട് വാഹദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗൗസുൽ ആലം